നമസ്കാരം, എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വിജയദശമി ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇത്തവണത്തെ വിജയദശമി ദിവസം കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഒരു ഫംഗ്ഷന് പോകണമായിരുന്നു. കോവൂര് എഴുത്തുപുര കലാസാഹിത്യ സാംസ്കാരിക സംഗീത പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു ചടങ്ങായിരുന്നു. ഇത്തവണത്തെ അവിടുത്തെ വിദ്യാരംഭം പ്രതിഭാ പുരസ്കാരം ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കാണ് ലഭിച്ചത്. മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ കൈതപ്രം സാറിനും രാജീവ് അഞ്ചൽ അദ്ദേഹത്തിനുമൊക്കെ കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ് ഈ ഒരു പ്രതിഭാ പുരസ്കാരം. ഇത്തവണ അത് എനിക്ക് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. കാരണം ഇന്ന് അജിക്കുട്ടനെ കളരി തുടങ്ങിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ കൊല്ലം CVN കളരിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. കാലഭൈരവനോ? കാലഭൈരവനെന്ന് വെച്ചാൽ മഹാദേവൻ്റെ വേറൊരു രൂപമാണ് കേട്ടോ. സരസ്വതി നമസ്തുഭ്യം എന്ന് പറഞ്ഞേ. അജിക്കുട്ടൻ ഈ അടുത്തെങ്ങാണ്ട് TV-യിൽ കാലഭൈരവൻ്റെ എന്തോ വീഡിയോ കണ്ടിട്ടുണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അജിക്കുട്ടന് പിന്നെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സംശയം മാറുന്നത് വരെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുവാണേ. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കും. അജിക്കുട്ട കളരി തുടങ്ങാൻ പോവല്ലയോ? അമ്പൊറ്റി എടുത്ത് പ്രാർത്ഥിച്ചോ? അമ്മുമ്മയും മോനും ഓറഞ്ചൊക്കെ ഇട്ട് നിൽക്കുവാണല്ലോ, മാച്ചിങ് ആണല്ലോ. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ, വന്നിട്ട് ജോലിയുണ്ടേ. ഷൂസ് വേണ്ടാക്കളെ, ചെരുപ്പ് മതി. ബാ അമ്മമ്മ ഡാറ്റ പറഞ്ഞോണ്ട് ആഹാരം ഒന്നും തന്നു വിട്ടില്ല. നമുക്ക് വന്നിട്ട് കഴിക്കാൻ. വിശക്കുന്ന കുഞ്ഞ് പാല് കുടിച്ചായിരുന്നല്ലോ. അമ്പൊറ്റിയെടുത്ത് പറയും, കുഞ്ഞ് കളരിക്ക് തുടങ്ങാൻ പോവാണ്, അനുഗ്രഹിക്കണേന്ന്. അപ്പുചേട്ടൻ പുതിയ ആയുധം എടുക്കാൻ പോവാണ്. വാൾപ്പയറ്റ് നടത്താൻ പോവാണ് അപ്പുചേട്ടൻ. കുഞ്ഞ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളു. ആദ്യം അതിന്റെ ചുവടുകളൊക്കെ പഠിച്ചിട്ട് ഓരോരോ ആണോ? ദേവിയമ്മേ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണേ. ഞാനേ നമ്മളുടെ ഒരു സ്റ്റേജിൽ അപ്പം കളരി വന്നായിരുന്നു. ആ രണ്ട് ടീംസിലെയും ചേട്ടന്മാര് വാൾ ഫൈറ്റ് ചെയ്തോണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അപ്പത്തന്നോട് ചെയ്തോളാം. നിങ്ങൾ രണ്ടുപേരുടെ വാൾപ്പയറ്റ് ചെയ്യണം. അത് അപ്പം അജിക്കുട്ടനും പഠിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വാൾപ്പയറ്റൊക്കെ ചെയ്യണം. അമ്പലമ്മയ്ക്ക് കാണണം. രണ്ട് മിടുക്കന്മാര്. ഞങ്ങളങ്ങനെ കൊല്ലം CVN കളരിയിലെത്തി. ഒരുപാട് കുട്ടികൾ കളരിക്ക് തുടക്കം കുറിക്കാനും ആയുധങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെയും തൊട്ട് തൊഴുത് കയറാം. മതി. അജിക്കുട്ടൻ ആദ്യമായിട്ടാണ് കൊല്ലം CVN കളരിയിൽ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അജിക്കുട്ടൻ കളരി തുടങ്ങുന്നതും അപ്പുക്കുട്ടൻ ആയുധം എടുക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പലരും ചോദിച്ചു എവിടെയാണ് CVN കളരി എന്നുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം CVN കളരി, അത് അയത്തിലാണേ. CVN കളരിക്ക് കേരളത്തിലുടനീളം 25ഓളം ബ്രാഞ്ചസ് ഉണ്ട്. ഒരു ബ്രാഞ്ച് നമ്മുടെ നൃത്യോദയയിൽ തന്നെയാണ്. മലബാർ P. വാസുദേവൻ ഗുരുക്കൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീ ശിവകുമാർ ഗുരുക്കളാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ARM മൂവിക്ക് വേണ്ടി ടൊവിനോ അദ്ദേഹത്തെ കളരി അഭ്യസിപ്പിച്ചത് ഗുരുക്കളായിരുന്നു. പിന്നെയും കുറേ മൂവീസിൽ ആക്ഷൻ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഏത് കലയായാലും നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത്തരത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ മക്കളെ കളരി അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതിൽ. അപ്പുചേട്ടൻ കളരിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊക്കെ എനിക്ക് ഈസിയാണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ അജിക്കുട്ടന്.
കാലൊക്കെ പൊക്കാൻ ആദ്യം പാടായിരുന്നെങ്കിലും കുഞ്ഞ് നല്ലോണം ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കളരി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു രഹസ്യം പറയാൻ വിളിക്കുവാണേ അജിക്കുട്ടൻ. രഹസ്യം എന്താണെന്നറിയണോ? യുദ്ധം ചെയ്യണോ ഇപ്പോഴേ? യുദ്ധമൊക്കെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് ഞാൻ പഠിച്ചു. എന്തുവാ കളരി പഠിച്ചു കഴിഞ്ഞോ? ഇനി യുദ്ധം ചെയ്താൽ മതിയോ? എനിക്കതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ യുദ്ധം ചെയ്യാൻ പറ്റും. യുദ്ധം ചെയ്യാൻ പറ്റും. കളരി പഠിച്ചു തുടങ്ങിയപ്പോഴേ യുദ്ധം ചെയ്യണം എന്നാണ് അജിക്കുട്ടൻ പറയുന്നത്. അപ്പുക്കുട്ടൻ ഇപ്പോൾ 5 വർഷമായിട്ട് കളരി പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് കോവിഡ് ടൈമിലാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത്. ശിവകുമാർ ഗുരുക്കളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പുക്കുട്ടനും കളരി ആരംഭിച്ചത്. പിന്നീടാണ് നൃത്യോദയയിൽ CVN കളരിയുടെ ഒരു ബ്രാഞ്ച് ഗുരുക്കൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുരുക്കളുടെ ശിഷ്യനായ കൃഷ്ണനാണ് നൃത്യോദയയിൽ കളരി ക്ലാസ് എടുക്കുന്നത്. ഓരോ വർഷവും പഠിക്കുന്നതനുസരിച്ച് ഓരോ ആയുധങ്ങളാണ് കേട്ടോ എടുക്കുന്നത്. വടി, മുച്ചാണ്, ഒറ്റ, കഠാര, വാള്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ലിസ്റ്റ്. അപ്പുക്കുട്ടൻ ഇത്തവണ വാളാണ് കേട്ടോ എടുക്കുന്നത്. കളരി പഠിക്കുന്നതിനും അങ്ങനെ ഒരു ഏജ് ലിമിറ്റൊന്നും ഇല്ല കേട്ടോ. ഏത് പ്രായക്കാർക്കും കളരി അഭ്യസിക്കാം. കൊല്ലത്ത് നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ നൃത്യോദയയിൽ വന്നിരിക്കുകയാണ്. ഇന്നിവിടെ പുതിയ കുഞ്ഞുങ്ങൾക്ക് നൃത്തത്തിൽ തുടക്കം കുറിക്കുകയും അതോടൊപ്പം തന്നെ അടുത്ത അരങ്ങേറ്റത്തിനുള്ള കുട്ടികൾക്ക് ചിലങ്ക കെട്ടുന്ന ഒരു ധന്യ നിമിഷവും കൂടെയാണ് കേട്ടോ. വിജയദശമി ദിവസം ചവറയുടെ MLA ആയ ശ്രീ സുജിത് വിജയൻപിള്ള അദ്ദേഹത്തിന് ഒരു ആദരവ് കൂടി നൽകിയിരുന്നു. ഞങ്ങളുടെ നൃത്യോദയയുടെ ഫ്രണ്ടിലുള്ള റോഡ് വളരെ ദയനീയമായ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. മഴ സമയത്തൊക്കെ കുട്ടികൾക്ക് നടന്നു വരാൻ പോലും പറ്റാത്ത രീതിയിൽ അത്ര ഒരു മോശാവസ്ഥയിലായിരുന്നു റോഡ്. ഏകദേശം ആ സമയത്താണ് നൃത്യോദയയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു നിവേദനം അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്തായാലും 1 വർഷം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിന് മുമ്പ് തന്നെ അദ്ദേഹം മുൻകൈയെടുത്ത് ഞങ്ങളുടെ ആ റോഡ് നവീകരിച്ച് തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷവും നന്ദിയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടുണ്ട്. ഒറിജിനൽ ഓഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ബഹളമായിരുന്നു. എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നൃത്യോദയ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഒക്കെയുള്ള നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അജിക്കുട്ടനൊരു സ്പൈഡർമാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പേര് വിളിക്കുന്നതനുസരിച്ച് കുട്ടികൾ മുന്നോട്ട് വരേണ്ടതാണ്.
ഇനിയും കുട്ടികൾ വിഷം നൽകി തുടക്കം കുറിക്കാറുണ്ട്. ദയവ് ചെയ്ത് തുടക്കം കുറിച്ച കുട്ടികൾ ആദ്യ അജിത് ദേവാഞ്ജലി പോകരുത്. അവരെ എല്ലാവരെയും കൂടി ഒന്നിച്ചു നിർത്തിയിട്ട് തുടക്കക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും നിശബ്ദത പാലിക്കണം. ചെറിയ കുട്ടികളാവുമ്പോൾ അവരെ ഒന്ന് നേരെ നിർത്തുന്നത് തന്നെ കുറച്ച് പാടുള്ള പണിയാണ്. സാറ്റർഡേയുമാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. രാവിലെ 10 മണി തൊട്ട് ഫസ്റ്റ് ബാച്ച് ഡിഗ്രിയേഴ്സിന് 11:30 വരെ ആയിരിക്കും ക്ലാസ് തുടങ്ങുക. ഹലോ എനിക്ക് ബലമൊന്നും കഴിച്ചില്ലേ കുഞ്ഞ്? ಜಣ್ಣು ತತಾಂ ತಕಿಟದಿ ಜಂ ತಕ ಜಣ್ಣು ತತಾಂ ತಕಿಟದಿ ತಕಿಟ ತಕದಿ ಮಿ ಜಣ್ಣು ತಕಿಟ ತಕ ಜಣ್ಣು ತಜಣ್ಣು ದಿಮಿ ತಕಿಟ ತಕ ತಾಂ ತದಿ ತತೋಂ ತದಿಂಗಿಣ ತೋಂ ಜಂ ತಕ ಜಣ್ಣು ತತಾಂ ತಕಿಟದಿ ತಕಿಟ ತಕದಿ ಮಿ ಜಣ್ಣು ತಕಿಟ ತಕ ಜಣ್ಣು ತಜಣ್ಣು ದಿಮಿ ತಕಿಟ ತಕ ತಾಂ ತಾಂ ಧಳಂ ಕುತಕ ಧಿಕುತತ್ ತಧಿಂಗಿಣ ತುದಂ ಧಿತ್ತಂ ತದ್ಧಿತ್ತಂ ತತ್ತದ್ಧಿತ್ತಂ ತತ್ಕೃತಂ ದರಿತ ಧನತ ತತ್ಕೃತಂ ತಂಗೃತ ದರ್ಗೃತ ತತ್ಕೃತಂ ಜಂ ತಕ ಜಣ್ಣು ತತಾಂ ತಕಿಟದಿ ತಕಿಟ ತಕದಿ ನಿ ಜಣ್ಣು ತಕಿಟ ತಕ ಜಣ್ಣು ತಜಣ್ಣು ದಿಮಿ ತಕಿಟ ತಕ ತಾಂ ತದಿ ತತೋ ತಧಿಂಗಿಣ ತಂ ಜಂ ತಕ ಜಣ್ಣು ತತಾಂ ತಕಿಟದಿ ಸಾ ಸರಿ ನಿ ಸ ಪನಿ ಮ ಪ ಮರಿ ಮರಿ ಸರಿ ಸಾ ನಿ ಸರಿ ಮ ಸರಿ ನಿ ಮ ಪನಿ ಮ ಪನಿ ಸ ಪನಿ ಸರಿ ನಿ ಸರಿ ಮ ನಿ ಸ ಮರಿ ಮರಿ ಸ ನಿ ಪ ಮ ಪನಿ ಸ ನಿ ಸ ನಿ ಪ ಮರಿ ಸರಿ ಮ ನಿ ಸ ಸರಿ ಮ
मरिदानी पमरि मपनि सजम तक जनु तताम तकिटदी तकिट तकदिमि जनु तकिट तक जनु तजनु दिमि तकिट तकता Ta ki ta 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 ta ki ta. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു, നമ്മൾ ഒരുപാട് നാളായില്ലേ റീൽസൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഒരു റീൽ എടുത്താലോ അമ്പിളി ചേച്ചിന്ന്. എന്നാൽ ഒരു റീലങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ചെയ്തതാണേ, പക്ഷേ ഒരുപാട് ആൾക്കാരത് കണ്ടു. യൂട്യൂബിൽ തന്നെ 1 മില്യൺ+ വ്യൂസും ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് ഞാനൊന്ന് സമാധാനമായിട്ട് ചിലങ്ക കെട്ടി പ്രാക്ടീസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ നല്ലപോലെ ടയേർഡായി, രാവിലെ തൊട്ടുള്ള ഓട്ടമല്ലേ. എന്നാലും മനസ്സിന് ഭയങ്കര സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഫീൽ ചെയ്തു. നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷീണം അറിയാറില്ലെന്ന് പറയില്ലേ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ നേരത്തെ കളരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഡാൻസ് പഠിക്കുന്നതിനും പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും ഡാൻസ് പഠിക്കാവുന്നതാണ്. നൃത്യോദയയിൽ ഡാൻസ് കൂടാതെ പാട്ട്, വയലിൻ, കളരി, ചെണ്ട ഇതൊക്കെ അഭ്യസിപ്പിക്കുന്നുണ്ട് കേട്ടോ. വിജയദശമി ദിവസത്തെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ആദ്യമായിട്ട് അമ്പിളീസ് വേൾഡ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം.